പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 5 മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്നുള്ളതാണ്. നോക്കാം. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ഇളം പുല്ല് തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തകൾ, എലിയെ വിഴുങ്ങുന്ന പാമ്പ്, വൃക്ഷത്തിന്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ കുടിക്കുന്ന കരടി, അങ്ങനെ എത്ര കാഴ്ചകൾ. ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാരവും ആഹാര സമ്പാദന രീതികളും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊരു പട്ടിക തയ്യാറാക്കാൻ എന്നാണ് പറയുന്നത്. അപ്പം ജീവികളുടെ പേര്, ആഹാരം. പശു എന്താണ് കഴിക്കുന്നത്? പുല്ല്. ആട് ഇലകൾ. പൂച്ച എലി. കരടി തേൻ. മുയൽ എന്താണ്? മുയലും പുല്ല് അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ മനുഷ്യർ ചോറ്. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കും. പട്ടിക ഉപയോഗപ്പെടുത്തി സസ്യാഹാരി, ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ് എന്നിങ്ങനെ ജീവികളെ തരംതിരിച്ച് എഴുതാനെന്നാണ് പറയുന്നത്. ഓരോ ജീവിയുടെയും ആഹാരം വ്യത്യസ്തമാണെന്ന് മനസ്സിലായല്ലോ. എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി പോഷണം എന്താണെന്ന് നോക്കാം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ എന്ത് പറയുന്നു? പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് പറയുന്നു. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അഥവാ ന്യൂട്രീഷൻ. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്നും ശരീരം അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നോക്കാം. ആഹാര സ്വീകരണം എങ്ങനെയാണ്? പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണ്? ആഹാരം സ്വീകരിക്കൽ, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്നുള്ളത് അഥവാ ഇഞ്ചക്ഷൻ. നോക്കാം. ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ്? വായിലാണ്. വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഉമിനീരുമായി കലരുന്നു. പിന്നെ ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിന് എന്ത് പങ്കാണ് വഹിക്കുന്നത്? നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ സ്വയം എഴുതാനെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അതിൽ ഓരോന്ന് നോക്കാം. പല്ല്. അപ്പോൾ ആഹാരം നമ്മൾ ആദ്യമേ വായിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ചവച്ചരക്കുകയില്ലേ? അപ്പോൾ അതിൻ്റെ പല്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. അപ്പോൾ ഇനാമൽ നോക്ക്. പല്ലിൻ്റെ നെടുകെയുള്ള ഛേദത്തിൻ്റെ പിക്ചർ അതിൽ ഇനാമലിൽ കൊടുത്തിട്ട് പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. ഇനാമൽ എന്ന് വെച്ചാൽ പല്ലിൻ്റെ ഉപരിതല പാളിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിൻ്റെ ഇനാമലാണ്. പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. നിങ്ങൾക്ക് ആദ്യമുണ്ടായ പല്ലുകൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അല്ല, നമുക്ക് ആദ്യമേ ഉള്ള പല്ല് ഏതാണ്? പാൽപ്പല്ലെന്ന് പറയാം. അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 20 എണ്ണം ഉണ്ടായിരുന്നു പാൽപ്പല്ല്. അത് പിന്നെ പൊഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പല്ലുകൾ വരുന്നത്. അതിനെ സ്ഥിരദന്തങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. പ്രായപൂർത്തിയാൾക്ക് എത്ര പല്ല് കാണും? 32 പല്ല് കാണും. അത് പൊഴിഞ്ഞു പോയാൽ പിന്നെ ക്ലിക്ക് ഇല്ല. അപ്പം ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ എത്ര വയസ്സാകുമ്പം? ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പൊഴിയും. 6-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പൊഴിയാൻ തുടങ്ങും. പൊഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്ഥിരദന്തങ്ങളാണ് വരുന്നത്. അതിനാണ് പാൽപ്പല്ല്, മിൽക്ക് ടീത്ത് പറഞ്ഞല്ലോ. 10 വീതം. അങ്ങനെ ഏകദേശം 6 മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു. മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പല്ലുകളാണ് ഉണ്ടാകുന്നത്. ഈ സ്ഥിരദന്തങ്ങൾ എന്താണ്? പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത്. ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാവുകയില്ല. നാം കഴിക്കുന്ന ആഹാരം
നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെയാണോ? ചിലത് കാഠിന്യം കൂടുതലുണ്ട്, മറ്റു ചിലത് മൃദുവായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും നമ്മെ സഹായിക്കുന്ന വിവിധ തരം പല്ലുകളാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിക്കുക. അതിനകത്ത് പല്ലുകളുണ്ടോ? ഉള്ളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ സ്ഥാനവും എണ്ണവും ഉപയോഗവും പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നോക്കാം. വ്യത്യസ്ത തരം പല്ലുകൾ ഏതൊക്കെയാണ്? ഉള്ളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉള്ളിപ്പല്ല് അഥവാ ഇൻസൈസർ. സ്ഥാനവും എണ്ണവും എങ്ങനെയാണ്? മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് നാല് പല്ലുകൾ വീതമുണ്ട്. ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനുള്ളതാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. ഇനി കോമ്പല്ല് എന്താണ്? കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശത്തുമായി മുകളിലും താഴെയുമായി 2 വീതമുണ്ട്. 2 വീതം. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല്ല്. കടിച്ചു കീറാൻ കോമ്പല്ല്. പിന്നെ കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല്. ഇത് പിവയ്ക്കുവാണേ ചോദിക്കുക. അഗ്രചർവണകോ? കോമ്പല്ലിന് സമീപം ഇരുവശത്തുമായി മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമുണ്ട്. 4 പല്ലുകൾ വീതം. ടോട്ടൽ 8 പല്ല് മുകളിലും താഴെയായിട്ട്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഈ ചർവണകമുണ്ട് അഥവാ മോളാർ. എന്തുവാ? മുകളിലും താഴെ 6 പല്ലുകൾ വീതമുണ്ട്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന ചർവണകവും. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗത്തിൽ പല്ലുകൾ പൊതുവായി അണപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഓരോ തരം പല്ലിൻ്റെ ഉപയോഗം, എണ്ണ എന്നിവ പരിശോധിച്ച് എഴുതാവുന്നതാണ്. ഇനി മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത, അവയുടെ ആഹാര രീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുമെന്ന് ചുവടെ കൊടുത്തേക്കുന്ന പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. നോക്കാം. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ദന്തക്ഷയം എന്താണ്? ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകൾ ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ്. എന്നാൽ മിക്ക ആളുകളിലും പല്ലുകൾ കേടുവരാറുണ്ട്. കേടായ പല്ലിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. പല്ലുകൾ കേടുവരുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനായി ഒരു പരീക്ഷണം ചെയ്തു നോക്കാമെന്നാണ് പറയുന്നത്. പല്ലിൻ്റെ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പല്ലിൻ്റെ ഇനാമൽ ഒരു കാൽസ്യം സംയുക്തമാണ്. ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു. ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ വായ വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിലെ അവശിഷ്ടങ്ങളൊക്കെ പല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾക്ക് ഇതുവഴി പോഷണം നടത്തുകയും പിന്നെ തൽഫലമായി ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് പല്ലുകളിലെ കേടുവരാനുള്ള കാരണം. ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം 1-2 ദിവസം കൊണ്ടല്ല ഇത് നടക്കുന്നത്. ദീർഘകാലം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പം മെയിൻ കാരണം എന്തായിരിക്കും? ലാക്റ്റിക് ആസിഡാണ് പല്ലുകൾ കേടാവാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത്. ഇതൊരു കുട്ടിയും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇതിൽ പറയുന്ന പല്ല് കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം. പ്രത്യേകിച്ച് മധുരമുള്ള ആഹാര വസ്തുക്കൾ. അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുകയും രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രി ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ വൃത്തിയാക്കുകയും വേണം ചെയ്യാൻ. അപ്പം അടുത്ത് പല്ലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്താണ്? നാക്ക്. രുചി അറിയാൻ നാക്കിൻ്റെ സ്വാദുമുകുളങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നാക്കിൻ്റെ മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിഴുങ്ങാൻ സഹായിക്കുന്നു. പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കാനും സഹായിക്കുന്ന ആരാണ്? നാക്കാണ്. വായിൽ ഉമിനീരുണ്ട്. ദഹനപ്രക്രിയയിൽ ഉമിനീരിനും വലിയ പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ആഹാരം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആഹാരം അന്നപഥത്തിലൂടെ.
വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തിച്ചേരുന്നതെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. അന്നനാളം എന്താണ്? വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം എന്ന് പറയുന്നത്. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് അന്നനാളം. അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? പെരിസ്റ്റാൾസിസ്. ആഹാര ആമാശയത്തിൽ വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുന്നു. ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം അഥവാ ഡൈജഷൻ ഭാഗികമായി സംഭവിക്കുന്നു. രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ഇവിടെ ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. അതായത് പെരിസ്റ്റാൾസിസ് വഴി ആഹാരം കുഴമ്പ് രൂപത്തിലാവുകയും ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മാംസത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിക്കുന്ന ആഹാരത്തിന്റെ തുടർന്നുള്ള യാത്ര ചെറുകുടലിലേക്കാണ്. അപ്പോൾ ആഹാരം ചെറുകുടലിൽ എന്താണ്? ഇനി മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാക്കുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു. അപ്പം എന്താണ് പറഞ്ഞത്? ആമാശയത്തിൽ എന്തുവാ പറഞ്ഞത്? വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമ്പോൾ ആമാശയത്തിൽ വെച്ച് പോഷകത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മാംസത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആഹാരം എവിടോട്ട് പോകുന്നു? ചെറുകുടലിലേക്ക് പോകുന്നു. മനുഷ്യന്റെ ചെറുകുടലിന്റെ പ്രത്യേകത എന്താണ്? 5 മുതൽ 6 മീറ്റർ വരെയാണ് ഇതിന്റെ ചെറുകുടലിന്റെ നീളമെന്ന് പറയുന്നത്. പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഏത് വഴിയാണ്? വില്ലസുകളുടെ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരൽ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗമാണ് വില്ലസ് എന്ന് പറയുന്നത്. ഇതാണ് പോഷണത്തിന്റെ 3ാം ഘട്ടം എന്ന് പറയുന്നത്. രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുകയും ഇതാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇത് പോഷണത്തിന്റെ 4ാമത്തെ ഘട്ടമാണ്. ദഹിച്ച ആഹാരത്തിന് ശരീരത്തിൽ വേണ്ടാത്ത പദാർത്ഥങ്ങൾ ഉണ്ടാകില്ല. അവ എങ്ങനെയാണ് പുറന്തള്ളുന്നത്? അതിനെയാണ് വിസർജനം എന്ന് പറയുന്നത്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മലവിസർജനം എന്ന് പറയുന്നത്. ഇത് പോഷണത്തിന്റെ 5ാം ഘട്ടമാണ്. അപ്പം ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? പോഷണത്തിന്റെ ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ്? ആദ്യം ആഹാര സ്വീകരണം, പിന്നെ ഡൈജഷൻ,
ആഹാരം സ്വീകരിക്കൽ, പിന്നെന്താണ് ദഹനം, പിന്നെ ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇങ്ങനെയാണ് ഘട്ടങ്ങളെ. ഇനി പോഷണം മറ്റു ജീവികൾ. ഏകകോശ ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് ആഹാര പദാർത്ഥം, പിന്നെ അതിനെ സ്വീകരിക്കുന്നു, പിന്നെ ദഹനം, ആഗിരണം, പിന്നെ സ്വാംശീകരണം, പുറന്തള്ളൽ. മറ്റ് ചില ജീവികളുടെ ദഹന വ്യവസ്ഥയുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ഇവയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഭക്ഷണം കൂടാതെ മനുഷ്യന് കുറച്ചുകാലം ജീവിക്കാൻ കഴിയും. എന്നാൽ ശ്വസിക്കാതെ ജീവൻ നിലനിർത്താൻ കഴിയുമോ? മനുഷ്യനും മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട്. ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും? മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത്? മനുഷ്യരുടെയും മത്സ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ ശ്വസനം മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നെഞ്ചിനകത്തെ അറയാണ്. ഉച്ഛ്വാസവും നിശ്വാസവും. വായു ശ്വാസകോശത്തിൽ എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അഥവാ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനത്തെ എന്ത് പറയുന്നു? നിശ്വാസം എന്ന് പറയുന്നു. ഇനി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശ്വാസകോശത്തിന്റെ പ്രവർത്തനമായിട്ട് നാസാദ്വാരം, പിന്നെ ശ്വാസനാളം, ശ്വസനിക, വായുവറ, ഡയഫ്രം. മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം. ഔരസാശയം, അതിന് തൊട്ട് താഴെ ഉദരാശയം. ഇവ വേർതിരിവിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഡയഫ്രം എന്ന് പറയുന്നു. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് കമാൻ ആകൃതിയാണ് ഉള്ളത്. മനുഷ്യ ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളും സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിന് വായു പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ശ്വാസത്തിന്റെയും നിശ്വാസത്തിന്റെയും പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി ശ്വസനപദം. നാസാദ്വാരത്തിലൂടെ അകത്തു കയറുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു. വായുവിന്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപദം. വായു അറ, ശ്വാസനാളം, നാസാദ്വാരം, ശ്വസനിക. ഇതിൽ സൂചനകൾ ഉപയോഗിച്ച് ശ്വസനപദത്തിന്റെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കുമെന്ന് നാസാദ്വാരം, പിന്നെ ശ്വാസനാളം, പിന്നെ പിന്നെ ശ്വസനിക, വായു അറ. ആ ഓർഡറിലായിരിക്കും വരേണ്ടത്. ഉച്ഛ്വാസം നിശ്വാസവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എന്താണ് ഉച്ഛ്വാസം മുതൽ നിശ്വാസം വരെ സംഭവിക്കുന്നത്? ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു. വാരിയെല്ലിൻ കൂട് ഉയരുന്നു. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. പിന്നെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. വാരിയെല്ലിൻ കൂട് താഴുന്നു. ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു. ശ്വാസകോശം ചുരുങ്ങുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നിശ്വാസം. ഉച്ഛ്വാസ പ്രക്രിയയുടെയും നിശ്വാസ പ്രക്രിയയുടെയും വിവിധ ഘട്ടങ്ങളാണ്. ഉച്ഛ്വാസവായു ഓക്സിജന്റെ അളവ് എങ്ങനെ? ഉച്ഛ്വാസവായുവിൽ 21%, നിശ്വാസവായുവിൽ ഓക്സിജൻ 15%. കാർബൺ ഡൈ ഓക്സൈഡിൽ 0.04% ആണ് ഉച്ഛ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. നിശ്വാസവായുവിൽ 4%. ഇനി നൈട്രജന്റെ അളവ് 78% ഉച്ഛ്വാസവായുവിൽ, നിശ്വാസവായുവിൽ 78%. ബാഷ്പമാണെങ്കിൽ 0.96 ആണ്. ബാഷ്പം നിശ്വാസവായുവിൽ 3%. ശ്വാസനാളങ്ങളിൽ ഭക്ഷണം കുടുങ്ങുന്ന സന്ദർഭങ്ങൾ. ശ്വാസനാളങ്ങളിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും. ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിലേക്ക്
നിന്ന് 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തമായി അമർത്തുക. ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് അമർത്തുക. ചെറിയ കുട്ടിയാണെങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ കമിഴ്ത്തിപ്പിടിച്ച് തോളെല്ലുകൾക്കിടയിലായി ശക്തിയായി തട്ടണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കാം. പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും. പുകവലി ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകയിൽ അടങ്ങിയിരിക്കുന്ന കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. ഇത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ശ്വസനത്തിൻ്റെ വൈവിധ്യം. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണല്ലോ പാരമീസിയം. ഏകകോശ ജീവിയായ ഇവയിൽ എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നത്? നമുക്ക് പാരമീസിയം കോശസ്തരം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശസ്തരം വഴിയാണ് സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത്. ഇനി ഓരോ ജീവിയും അതിൻ്റെ ശ്വസനത്തിൽ സഹായിക്കുന്ന ഭാഗവും നോക്കാം. മണ്ണിരയുടെ ശ്വസനത്തിൽ സഹായിക്കുന്ന ഭാഗമാണ് ഈർപ്പമുള്ള ത്വക്ക്. മത്സ്യത്തിൻ്റെ ശകുലങ്ങളാണ് അഥവാ ചെകിളപ്പൂക്കൾ. തവളയുടെ ആണെങ്കിൽ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം, വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്ക്. ഈ ചിലന്തിയുടെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ബുക്ക് ലങ്സ് ആണ്. ചിലന്തി ബുക്ക് ലങ്സ്. അടുത്ത ശ്വസനം, റെസ്പിറേഷൻ എന്താണ്? ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളുടെ ശ്വസനം എന്താണ്? ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റോ വഴിയാണ് വാതക വിനിമയം നടക്കുന്നത്. അപ്പോൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ സസ്യങ്ങളുടെ വാതക വിനിമയം നടക്കുന്നതിൽ കൂടെയാണ്, ആസ്യരന്ധ്രത്തിൽ കൂടെയാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 2 പ്രധാന പ്രവർത്തനങ്ങളായ ദഹനം, ശ്വസനം എന്നിവയെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ നാം മനസ്സിലാക്കിയത്. ദഹന വ്യവസ്ഥയുടെയും ശ്വസന വ്യവസ്ഥയുടെയും ശരിയായ പ്രവർത്തനത്തിന് ഉതകുന്ന ശീലങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടല്ലോ. ഇവ നിത്യജീവിതത്തിൽ ശീലമാക്കൂ. ഇത്രയായിരുന്നു ചാപ്റ്റർ. നന്നായി പഠിക്കുക. താങ്ക് യു.